എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെല്ലാം തന്നെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർ വീഡിയോ പൂർണ്ണമായിട്ടും കാണേണ്ടതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ നീല, വെള്ള റേഷൻ കാർഡുകാരിൽ അർഹതയുള്ളവരെ BPL കാർഡായിട്ടുള്ള മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. നിലവിലുള്ള കാർഡിലെ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തിയിട്ട് വേണം അപേക്ഷിക്കുവാൻ. നീല, വെള്ള കാർഡുകളിൽ നിന്ന് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിലേക്ക് മാറുമ്പോൾ കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭിക്കുമെന്ന് മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ്, മറ്റ് ധനസഹായങ്ങളും സബ്സിഡികളും എല്ലാം ലഭിക്കുന്നതിന് സഹായകരമാണ്. നിലവിലെ വെള്ള കാർഡിന് ഒരു മാസം ആകെ 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. നീല കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി കിലോയ്ക്ക് 4 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. ആട്ടയോ ഗോതമ്പോ ഒന്നും നീല, വെള്ള കാർഡുകാർക്ക് ലഭിക്കുന്നില്ല. എന്നാൽ പിങ്ക് കാർഡിലേക്ക് മാറിയാൽ സൗജന്യമായി കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ്. ഗോതമ്പ് 3 കിലോ വരെ കുറച്ച് പകരം ആട്ടയും നൽകുന്നതാണ്. വർഷങ്ങളായി പുതിയ കാർഡിന് അപേക്ഷിക്കുന്നവർക്കെല്ലാം ആദ്യം ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡാണ്. പിന്നീട് പിങ്ക് കാർഡിൽ ഒഴിവ് വരുമ്പോൾ സർക്കാർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷ വച്ച് കാർഡ് തരം മാറ്റുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കെല്ലാം പിങ്ക് കാർഡ് ലഭിക്കുന്നതല്ല. കാരണം ഓരോ സംസ്ഥാനത്തിനും പിങ്ക് കാർഡുകളുടെ എണ്ണത്തിന് സർക്കാർ നിശ്ചിത അനുപാതം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ പിങ്ക് കാർഡ് വരുന്ന ഒഴിവനുസരിച്ചാണ് പുതിയ അപേക്ഷകർക്ക് കാർഡ് തരം മാറ്റി നൽകുന്നത്. നിലവിലെ പിങ്ക് കാർഡിൽ ഉള്ളവർ സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെടുമ്പോൾ അവർ കാർഡ് തിരികെ നൽകി സ്വമേധയാ വെള്ള കാർഡിലേക്ക് മാറാറുണ്ട്. അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിശോധനയിൽ അനർഹരെന്ന് കണ്ടെത്തുന്നവരിൽ നിന്ന് മുൻഗണനാ കാർഡ് പിടിച്ചെടുക്കുകയും അവർക്ക് പിഴ ചുമത്തുകയും അവരെ പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒഴിവ് വരുന്ന പിങ്ക് കാർഡുകൾ നീല, വെള്ള കാർഡിലെ അർഹരായവർക്ക് നൽകുന്നതാണ്. നിലവിലുള്ള ഒഴിവുകളിലേക്കും മുൻഗണനാ മസ്റ്ററിംഗ് ഈ മാസം 30-ന് പൂർത്തിയാകുമ്പോൾ വരുന്ന ഒഴിവുകളിലേക്കുമാണ് പുതിയ കാർഡുകാരെ ഉൾപ്പെടുത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 2-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഇതിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അർഹതയുള്ള നീല, വെള്ള കാർഡുകാർ വീടിന്റെ തറ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം, സ്ഥലത്തിന്റെ 2025 വർഷത്തിന്റെ നികുതി രസീത്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL സാക്ഷ്യപത്രം, വില്ലേജിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ, ജീർണന അവസ്ഥയിലുള്ള വീടുള്ളവർ, വൈദ്യുതി, കുടിവെള്ളം, കക്കൂസ് എന്നിവ ഇല്ലാത്തവർ, അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രവും, പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ, ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മുതലായവ സഹിതം എത്തിക്കേണ്ടതാണ്. മാരക രോഗങ്ങളുള്ളവർ, അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ കൂടി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിന് അർഹതയില്ലാത്തവർ ആരൊക്കെയെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള ആധുനിക കോൺക്രീറ്റ് വീട്, ടാക്സി അല്ലാതെ സ്വകാര്യ ആവശ്യത്തിന് കാർ പോലെ സ്വകാര്യ വാഹനങ്ങളുള്ളവർ, മാസം 25,000 രൂപയിൽ കൂടുതൽ കുടുംബ വരുമാനം, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാർ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട പെൻഷൻകാർ കാർഡിൽ ഉണ്ടായിരിക്കുന്നത്, കാർഡിലെ മുഴുവൻ അംഗങ്ങൾക്കായി 1 ഏക്കറിൽ കൂടുതൽ ഭൂമി, ഇതൊക്കെ ഉള്ളവർക്കും കാർഡിന് ആരെങ്കിലും ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണെങ്കിലും മുൻഗണനാ കാർഡിന് അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. നിലവിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും പിങ്ക് കാർഡ് കൈവശം വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻഗണനാ കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറേണ്ടതാണ്. അഥവാ പിടിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഴ നൽകേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിഴ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.
ലഭിക്കുന്ന അപേക്ഷകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കി കൂടുതൽ അർഹതയുള്ളവർക്ക് ആദ്യം നൽകുന്ന രീതിയിലാണ് പിങ്ക് കാർഡ് വിതരണം ചെയ്യുന്നത്. BPL കാർഡിന് കൂടുതൽ അർഹതയുള്ളത് പരമ്പരാഗത അതുപോലെ തന്നെ അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ, കൂടാതെ തദ്ദേശീയ വകുപ്പിൻ്റെ BPL പട്ടികയിലുള്ളവർ, ആശ്രയ പദ്ധതിയിലെ അംഗങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നും ജോലിയില്ലാത്ത പട്ടിക വിഭാഗക്കാർ, അതുപോലെ കുടുംബാംഗങ്ങൾ HIV പോസിറ്റീവ്, ക്യാൻസർ ബാധിതർ, ഓട്ടിസം ഉള്ളവർ, ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ, എൻഡോസൾഫാൻ ബാധിതർ, വൃക്കയോ ഹൃദയമോ കരളോ മാറ്റിവെച്ചവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, പക്ഷാഘാതം മറ്റും മൂലം കിടപ്പിലായവർ. നിങ്ങളുടെ നീല വെള്ള കാർഡിൽ ഉണ്ട് എങ്കിൽ അപേക്ഷയിൽ മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. നിർധന, നിരാലംബ സ്ത്രീയോ, വിധവയോ, അവിവാഹിത അമ്മയോ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ, 21 തികഞ്ഞ പുരുഷന്മാർ ഇല്ലാത്ത ഇടങ്ങളിൽ ഗൃഹനാഥയാകുന്ന കുടുംബങ്ങൾക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. 3 മാസത്തിനകം 1,00,000 കുടുംബങ്ങളെ കൂടി മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുവാൻ ആകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിനായി 2025 ജൂൺ 2 മുതൽ ജൂൺ 15 വരെ അപേക്ഷിക്കുവാൻ ലഭിച്ച അവസരം അർഹരായവർ പാഴാക്കാതിരിക്കേണ്ടതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.